ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഏത് ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ട ബീഫ് ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയും ഒരു 12 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഇല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കിങ്ങിൻ്റെ ടൈം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. ഓരോ ബീഫിൻ്റെ മൂപ്പനുസരിച്ചിട്ടായിരിക്കും കുക്കിങ്ങിൻ്റെ ടൈം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നുമില്ല. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബീഫിലേക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക കേട്ടോ, അതായിരിക്കും ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൂടി പോകരുത്. നമ്മൾ ബീഫിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ഇല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇതിന് ഇത്രക്ക് കളറുള്ളത്, അല്ലെങ്കിൽ ഇത്രക്ക് കളർ ഉണ്ടാവില്ല സാധാരണ മുളക് പൊടിയാണെങ്കിൽ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റിയിട്ട് വരണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി പാകമായി വരും ചെയ്യും, ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വന്നാൽ ഇത് റെഡിയാവും. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്